അങ്ങനെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോള് ആ ടാസ്കിനിരിക്കുന്ന ആ ഒരു പിക്ചറാണ് ഞാൻ ശരിക്കും തംബ്നെയിലായിട്ട് ആ ഒരു ഇമേജ് വെച്ചിരിക്കുന്നത്. അതിൽ അനുമോൾ ഒരറ്റത്തേക്ക് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും കൂടെ ഒന്നിച്ച് കൂട്ടം കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയിൽ കാണാം, വീഡിയോയുടെ ഫ്രണ്ടിലുള്ള ഒരു ഫോട്ടോയിൽ കാണാം. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും സംഭവിച്ചത്. അതായത് ടാസ്ക് വേറൊന്നുമല്ല, ഈ ബിഗ് ബോസ് ഹൗസിനെ ഒരു കപ്പലായിട്ട് കാണുക, കപ്പലിനെ മുക്കിക്കളയാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഏത്, ആ കപ്പലിനെ രക്ഷിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി ഏത്, ഇതായിരുന്നു ടാസ്ക്. പക്ഷേ ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പേരും ബിഗ് ബോസിന്റെ ഈ കപ്പൽ മുക്കിക്കൊണ്ടിരിക്കുന്നത് അനുമോൾ എന്നാണ് പറയുന്നത്. രക്ഷിക്കാൻ വന്നിരിക്കുന്നത് അത് ആര്യനും ജിസേലും അതുപോലെ അനീഷും ഒക്കെ രക്ഷിക്കുകയാണ്. പക്ഷെ കൂടുതലും അനുമോളിന്റെ ആണ് ഈ ഒരു മുക്കി താഴാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അനുമോളിനെ പറഞ്ഞു. ആ അനുമോളിനെ പറഞ്ഞ കൂട്ടത്തിൽ ശൈത്യയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അത് അനുമോളാണെന്ന് ശൈത്യ പറഞ്ഞു. അതാണ് അനുമോളിനെ ഏറ്റവും കൂടുതലും ഇന്നത്തെ ദിവസം വിഷമിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. കുറച്ചൊരു നാടകീയമായിട്ടൊക്കെയാണ് ഓരോരുത്തരും സംസാരിച്ചത്. ഏതായാലും അനീഷായിരുന്നു ആദ്യം വന്നത്. അനീഷ് ഈ ഒരു കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സ്വയം അങ്ങ് ഏറ്റെടുത്തു. പക്ഷെ അത് ബിഗ് ബോസ് സമ്മതിച്ചില്ല. അതുകൊണ്ട് അനീഷ് ഷാനവാസിനെ ഈ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അനീഷ് ഗെയിം കളിക്കുന്നത് ഷാനവാസുമായിട്ടാണ്. കാരണം ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ പുറത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷാനവാസുമായിട്ടൊക്കെയുള്ള അനീഷിന്റെ ഓരോ കോംബോ കാണുന്നുണ്ടെങ്കിലും അനീഷും ഷാനവാസും അനീഷ് ഷാനവാസിനെ ഒരുപാട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നത് അനീഷ് പറയുന്നത് ഷാനവാസിനെയാണ്. പിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആര്യനാണ് ഈ ബിഗ് ബോസ് ഹൗസിനെ ഇപ്പോൾ രക്ഷിച്ച് നിർത്തിയിരിക്കുന്നതെന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അത് ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവർക്കും ഒരു ഇഷ്ടവും ഒരു എന്താ പറയുക, ഒരു ഭംഗിയൊക്കെ തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആര്യനോടായിരിക്കും. ആ ഒരു ചുറുചുറുക്കിനൊക്കെയാണ് എല്ലാവരും പ്രശംസിക്കുന്നത്. പിന്നെ ഷാനവാസ് വന്നിട്ട് അപ്പാനി ശരത്താണ് ബിഗ് ബോസ് ഹൗസിനെ മുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിസേലിനെയാണ് ഷാനവാസും അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. അതായത് ജിസേലാണ് ഈ ഒരു കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിന് റീസൺ ആയിട്ട് ഷാനവാസ് പറഞ്ഞത് ഉറക്കമൊന്നും ഇല്ലാതെ ഓരോ പ്രശ്നങ്ങളും അത് ശ്രദ്ധിച്ച് കേട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ആ പറഞ്ഞതിനോട് എനിക്കൊരു യോജിപ്പും തോന്നുന്നില്ല. പിന്നെ നെവിൻ, ഞാനത് യോജിപ്പ് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് ഇനി സ്ത്രീ ആയതുകൊണ്ട് ജിസേലിനോട് അസൂയാണെന്ന് പറയണ്ട. ഒരു കപ്പലിനകത്ത് ഏറ്റവും കൂടുതൽ നിയമം ലംഘിക്കുന്നത് ജിസേലാണെങ്കിൽ പിന്നെ ജിസേൽ എങ്ങനെയാണ് ഈ കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് പറഞ്ഞതാണേ. അടുത്തത് നെവിൻ വന്നിട്ട് പറഞ്ഞത് കപ്പലിനെ ഇപ്പോഴും മുക്കാൻ ശ്രമിക്കുന്നത് അനീഷാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സുന്ദരിയായിട്ടുള്ള ഒരുപാട് മനസാക്ഷിയുള്ള ജിസേലാണ് കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ജിസേലിനെ കുറിച്ചാണ് നെവിൻ പറയുന്നത്. എല്ലാവർക്കും ജിസേലിനെ കുറിച്ച് പറയുമ്പോൾ ജിസേലിന്റെ ഹൃദയം വിശാലമാണ്, കാണാൻ സുന്ദരിയാണ്, ഹാർട്ടാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇനി അനുമോള് വന്നിട്ട് അക്ബറിനെയാണ് കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അതുപോലെ അനുമോൾക്ക് മറ്റൊരു തിരിച്ചടി അബിയാണ്. അനുമോൾ എന്തിനാണ് ഇപ്പോഴും അബിയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, അബിയെ മൊണ്ണ എന്ന് വിളിച്ചതിൽ അബിയെ മാത്രമാണ് അനുമോൾ മാറ്റി നിർത്തിയത്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ. പക്ഷെ ഇപ്പോഴും കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അബിയാണ് എന്ന് രാവിലെ ഓൾറെഡി അബിയുമായിട്ടൊരു പ്രശ്നം ഉണ്ടായതാണ്. എന്നിട്ടും അബിയാണ് ഇവിടെ അനുമോൾ, എനിക്ക് തോന്നുന്നത് പെട്ടെന്നുള്ള ഒരു എടുത്തിയാട്ടത്തിൽ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പാനി ശരത്ത് വന്നിട്ട് യൂഷ്വലി തന്നെ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നത് ഷാനവാസാണ്. ഷാനവാസ് ലൈഫ് ഉൾപ്പെടെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ രാത്രിയിൽ ഷാനവാസ് പറഞ്ഞ പല വാക്കുകളും അപ്പാനി ശരത്തിൽ ഭയങ്കര ഒരു പേടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പാനി ശരത്തിന്റെ കുടുംബം എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെയുള്ളൊരു പേടി ശരത്തിന് വന്നിട്ടുണ്ട്. പിന്നെ അപ്പാനി ശരത്ത് നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ബിഗ് ബോസ് കപ്പലിനെ രക്ഷിക്കാൻ നോക്കുന്നത് അനീഷാണെന്ന് പറയുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. സത്യത്തിൽ അപ്പാനി ശരത്ത് ഡൗൺ ആയിട്ടിരുന്നപ്പോൾ അനീഷ് വന്ന് ഒരു സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അക്ബറാണ് എന്ന് അപ്പാനി ശരത്ത് പറഞ്ഞിട്ടില്ല. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഷാരിക KB വന്നിട്ടും അക്ബറിനെയാണ് കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഷാരിക KB കപ്പൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അത് അനീഷിന്റെ പേര് പറയുന്നുണ്ട്. അനീഷിന് പുറത്ത് നല്ല വോട്ടുണ്ട്, പുറത്ത് നല്ല ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് ഷാരിക KB വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷാരിക KB ഓൾവേസ് അനീഷിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അബി വന്നിട്ട് ഇപ്പോൾ അനുമോള് വന്നിട്ട് അബിയെയാണ് കപ്പൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അബി വന്നിട്ട്
അനുമോളാണ് കപ്പലിനെ വെള്ളത്തിൽ മുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾക്ക് അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. അഭി വന്നിട്ട് അനുമോളാണ് കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷിനെയാണ് അഭി പറയുന്നത് വന്നപ്പോൾ ഉണ്ടായ ആ ഒരു ഇതൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ കപ്പലിനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആദില ആൻഡ് നൂറ വന്നിട്ട് ശാരികേനെയാണ് കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നതായിട്ട് പറയുന്നത്. അതുപോലെ അവർ ആര്യനെ കപ്പൽ രക്ഷിക്കാനായിട്ട് ആര്യനെയാണ് അവിടെ പറയുന്നത്. പിന്നെ സരികയ്ക്ക് അനുമോളുമായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അത് സരിക കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുമോൾ ഒരു തരത്തിൽ അത് വില്ലിങ് അല്ല. അത് ആ ഒരു ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സരികയോട് അനുമോൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായത്, അനുമോളോട് സരികയ്ക്കും പ്രശ്നം ഉണ്ടായത്. പക്ഷെ അത് അവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം സരിക പറയുന്നുണ്ട്. രണ്ടാമത് ആര്യനെയാണ് സരിക ഈ ഒരു കപ്പൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന അഭിപ്രായത്തിൽ പറയുന്നത്. പിന്നെ ബിന്നി വന്നിട്ട് ഷാനവാസിനെ പറഞ്ഞു, പക്ഷേ ഭയങ്കര ഡീപ്പായിട്ട് ഷാനവാസിനെ കുറിച്ച്, അതായത് ഷാനവാസ് ഇവിടുത്തെ ഒരു ക്രൂക്കഡ് മൈൻഡ് അങ്ങനെ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും പോയി പ്രശ്നങ്ങൾ ഇല്ലാത്തടത്ത് ഉണ്ടാക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ ബിന്നി ഷാനവാസിനെ ചിത്രീകരിക്കുന്നുണ്ട്. പിന്നെ അനീഷാണ് കപ്പലിനെ രക്ഷിക്കുന്നത് എന്ന് ബിന്നി പറയുന്നുണ്ട്. പിന്നെ അക്ബർ വന്നിട്ട് ശാരികേനെയാണ് പറയുന്നത് കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നത്. അത് കുറച്ച് ആലങ്കാരികമായിട്ട് പറയുന്നത് ഫ്യുവൽ തീരുമ്പോൾ അതിൽ മണ്ണ് വാരിയിടുന്നു, അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിയറിങ്, അതായത് ആ ഡ്രൈവർ എണീറ്റ് മാറുമ്പോഴത്തേക്ക് സ്റ്റിയറിങ് മാറ്റി ഓടിക്കുന്നു. ഇതൊക്കെയാണ് അക്ബർ വളരെ മനോഹരമായിട്ടാണ് ശാരികയെ കുറിച്ച് ഈ ഒരു രീതിയിൽ പറഞ്ഞത്. പിന്നെ ആര്യനാണ് കപ്പൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ശൈത്യ, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ശൈത്യ പറഞ്ഞത് അനുമോളുടെ പേരാണ്. എൻ്റെ ഫ്രണ്ടൊക്കെയാണ്, പക്ഷേ ഉറപ്പായിട്ടും ഈ ഒരു കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണ്. അതിന് കാരണം പിന്നെയും പറയുന്നതെന്ന് വെച്ചാൽ, കാരണമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന എല്ലാവരുടെ മുന്നിലും താനും അനുമോളും തമ്മിൽ തെറ്റി എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കൂടി ശൈത്യ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്ത് അനുമോൾക്ക് ആ സപ്പോർട്ടൊന്നും ഇല്ല, അനുമോൾ ഇപ്പോൾ നെഗറ്റീവാണ്, അനുമോളുടെ കൂടെ നിന്നാൽ ശൈത്യയ്ക്ക് ആ നെഗറ്റിവിറ്റി വരും, അല്ലെങ്കിൽ ശൈത്യയ്ക്ക് വോട്ട് കിട്ടില്ല എന്നുള്ളൊരു പേടി ശൈത്യയ്ക്കുണ്ട്. ഓൾറെഡി റിയാലിറ്റി ഷോയിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ്, പുറത്ത് ഒരുപാട് അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ശൈത്യ. അപ്പോൾ അനുമോളെ ചതിച്ചാൽ നല്ലതാണ് എന്ന് ശൈത്യ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആര്യനെയാണ് കപ്പൽ രക്ഷിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ കപ്പലിനെ മുങ്ങാൻ പോകുന്ന കപ്പലിനെ രക്ഷിക്കുന്നതായിട്ട് ശൈത്യ വിചാരിക്കുന്നത്. പിന്നെ ഒന്നീൽ വന്നിട്ട് ആദില ആൻഡ് നൂറയെ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ ആദില ആൻഡ് നൂറ പ്രത്യേകിച്ച് ഗെയിമോ എന്റർടൈൻമെന്റ്സോ ഒന്നും തരുന്നില്ല എന്നാണ് ഒനീലിന്റെ പക്ഷം. അത് ശരിയാണ്. പിന്നെ അബിയെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് അബിയെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും അബിക്കും ഒനീലിനും ഇടയിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ. അബിയും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നത് ഒനീലിന്റെ അടുത്താണ്. പിന്നെ റെന ഫാത്തിമ വന്നിട്ട് ശാരികേനെയാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതി റെന ഫാത്തിമ ഈ കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണെന്ന് പറയുന്നു കരുതി, പക്ഷേ ശാരികേനെയാണ് പറഞ്ഞത്. പിന്നെ ആര്യനെയാണ് കപ്പൽ രക്ഷിക്കുന്നു എന്ന ഒരു ലെവലിലേക്ക് റെന പറഞ്ഞത്. ഇനി രേണുസുതിയുടേതാണ് കേൾക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. രേണുസുതി വന്ന് പറഞ്ഞത്, ഈ കപ്പലിനകത്ത് നമ്മളെല്ലാവരും കുറെ കമ്പ്യൂട്ടേഴ്സാണ്, ഈ കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കടത്തിവിട്ടത് അക്ബറാണ്, ആദ്യമായിട്ട് എൻ്റെ ദേഹത്തേക്ക് വൈറസിനെ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് വൈറസിനെ കയറ്റിവിട്ടത് അക്ബറാണ്. അപ്പോൾ അതേപോലെ ഇവിടുത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും വൈറസ് കയറ്റിവിട്ട് അതെല്ലാം നശിപ്പിച്ച് വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് അക്ബർ ശ്രമിക്കുന്നത് എന്നാണ് രേണുസുതി പറഞ്ഞത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ പറഞ്ഞത്. പിന്നെ രേണുസുതിയും ആര്യനെയാണ് കപ്പലിനെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന വൈറസിന് ഉള്ള ആന്റി വൈറസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആര്യനെയാണ്. ജിസേൽ വന്നിട്ട് അനുമോളെ തന്നെയാണ് പറയുന്നത്. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് അകത്ത് കയറി പോകുന്നു, പിന്നെ കുറെ പെണ്ണുങ്ങൾ പിന്നാലെ പോകുന്നു, പിന്നെ കുറച്ച് കൗൺസിലൊക്കെ ചെയ്തിട്ട് അനുമോളിനെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണ്. പിന്നെ ആര്യനെയാണ് ഓൾവേസ് ജിസേൽ ആര്യനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ആര്യൻ അതുപോലെ ഓൾവേസ് ജിസേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. കാരണം വെച്ചാലേ ഈ ഷാനവാസും നെവിനും ഒക്കെ കഷ്ടപ്പെട്ടങ്ങ് ജിസേലിന്റെ പിന്നാലെ നടന്നങ്ങ് സപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ ജിസേലിന് ആര്യനെ മാത്രമേ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒരു കണക്ഷൻ അവരുടെ ഇടയിലേ ഉള്ളൂ. അതെല്ലാവരും ഈ ബിഗ് ബോസ് ഹൗസിലുള്ളവരൊന്നും ഇത് ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ ആര്യൻ കുറച്ച് ന്യൂട്രൽ ആണ്, പേഷ്യൻസ് ഉണ്ട്, ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ടെന്നൊക്കെയാണ് ജിസേൽ ആര്യനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ആര്യനാണ് വന്നത്. ആര്യൻ വന്നിട്ട് അനുമോളെ പറയുന്നുണ്ട്. ആര്യൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോണം. ഈ ലവ് ട്രാക്ക് മാങ്ങാത്തോലി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരൊക്കെ ആര്യൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടു വെച്ചോ. കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നത് അനുമോള്. ഒറ്റ കാരണമേ പറയാനുള്ളൂ, ഇന്നലത്തെ ദിവസം അനുമോള് ആ അപ്പാനിയുടെ വിഷയത്തിൽ സംസാരിച്ചു. അപ്പം അവിടെ റൂമിൽ പോയി കരഞ്ഞുകൊണ്ടിരുന്നു. ഫുഡ് കുക്ക് ചെയ്യേണ്ട സമയമായിരുന്നു. അതുകൊണ്ട് ആ ഒരൊറ്റ കാര്യത്തിലാണ്
ആര്യൻ അത് പറയുന്നത്. പിന്നെ ജിസേലിന് നല്ല ഹൃദയമാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജിസേലിനെ ഇവരൊക്കെ ഈ പറയുന്നതിനകത്ത് എനിക്ക് ഒരു അർത്ഥവും മനസ്സിലാകുന്നില്ല. ഞാൻ അത് എടുത്തു പറയുന്നതിന്റെ റീസൺ, ജിസേൽ സത്യത്തിൽ നിയമലംഘനം നടത്തിയൊരു കുട്ടിയാണ്. സോറി, കുട്ടി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ടല്ലേ. അപ്പോൾ ജിസേൽ നിയമലംഘനം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ്. അതുകൊണ്ട് ജിസേൽ എങ്ങനെയാണ് ഈ കപ്പലിനെ രക്ഷിക്കുന്നത്? അപ്പോൾ ഏതായാലും ഇത്രയുമായിരുന്നു ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ടാസ്ക്. ഇതിനുശേഷം അടുക്കളയിലേക്ക് വീണ്ടും അനുമോൾ വരുമ്പോഴത്തേക്കും ശൈത്യ തന്നെ ഈ പറഞ്ഞതിനെ വെച്ചിട്ട് ന്യൂറെടുത്ത് പറയുന്നുണ്ട്, അനുമോൾ പറയുന്നുണ്ട്, ആരെയും ഞാൻ ഇനി വിശ്വസിക്കത്തില്ല എന്നുള്ള രീതിയിൽ, ഞാനാണല്ലേ കപ്പൽ ഇവിടെ മുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ വീണ്ടും ഇമോഷണൽ ആകുന്നുണ്ട്. അതുപോലെ ആര്യൻ വന്നിട്ട് ബെഡ്റൂമിൽ വന്ന് സരികെടുത്തും അക്ബർ അപ്പാനി ഇവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ അനുമോളെ പറഞ്ഞതിനകത്ത് വല്ല തെറ്റുമുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ആര്യനും അതുപോലെ ശൈത്യയും ഒക്കെ അനുമോളിനെതിരെ നിന്നു എന്നുള്ളത് അനുമോൾക്ക് വിഷമമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സംസാരങ്ങളൊക്കെ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ സീരിയൽ ഗ്രാൻഡ്മേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.